community. ലോകമെമ്പാടും ഇന്ന് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളോട് സംസാരിപ്പാൻ കൊല്ലത്ത് ചിന്നക്കടയിൽ നിന്ന് കർത്താവ് ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കൊല്ലത്തെ മീറ്റിങ്ങിൽ നടന്ന അത്ഭുതങ്ങൾ നിങ്ങൾ ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും എല്ലാം കാണുമ്പോൾ ഓർക്കുക, യേശു ഒരു പുസ്തക കഥയല്ല. യേശു മുടന്തനെ നടത്തി എന്നുള്ളത് ഏതോ വചനത്തിൽ വായിച്ചുള്ള അറിവല്ല. യേശു ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കുന്നു. വലിയ ദൈവപ്രവർത്തനങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ദയവായിട്ട് ശ്രദ്ധിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. എന്നോട് ചേർന്ന വാക്യം ഒന്ന് പറയാമോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ഒന്ന് പറഞ്ഞ്, ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്, ബാലശിക്ഷ സഹിച്ചാൽ, എല്ലാവരും പറയുന്നില്ല, ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ഒന്ന് കേട്ടെ. ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അടുത്ത വാക്ക്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ പെരുമാറുന്നു. മക്കളോടുള്ള അപ്പൻ്റെ പെരുമാറ്റമാണ് ബാലശിക്ഷ എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളോടുള്ള അപ്പൻ്റെ പെരുമാറ്റമാണ് ബാലശിക്ഷ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, മക്കളോടുള്ള അപ്പൻ്റെ പെരുമാറ്റമാണ് ബാലശിക്ഷ. ഹല്ലേലൂയ. ഈ ബാലശിക്ഷയിൽ മാത്രമാണ് ഈ ബന്ധമുള്ളത്. ബാലശിക്ഷയ്ക്ക് അനുബന്ധമായി ഏകദേശം ബാലശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിലുള്ള ബാലശിക്ഷ, അപ്പനും മകനും എന്ന ബന്ധത്തിലുള്ള ബാലശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ലോകത്തിലുണ്ടായിരുന്ന ശിക്ഷാവിധി ആയിരുന്നു. ശിക്ഷാവിധി. പക്ഷേ യേശുക്രിസ്തുവിലായപ്പോൾ നിങ്ങൾ ശിക്ഷാവിധിയിൽ നിന്നിറങ്ങുന്നു, ബാലശിക്ഷയിലേക്ക് കയറുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. സോ എബ്രായ ലേഖനം 12-ാം അധ്യായവും 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായവും ബാലശിക്ഷ എന്ന വിഷയത്തെ വിശദീകരിക്കുമ്പോൾ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു എന്ന് കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നു. 12-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ പറയുന്നു. അപ്പൻ മക്കളോട് ഇടപെടുന്ന പെരുമാറ്റ രീതിയാണ് ബാലശിക്ഷ എന്നും പറയുന്നു. ഈ വിഷയങ്ങളിൽ ആർക്കും തന്നെ സംശയമില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് കർത്താവിൻ്റെ ബാലശിക്ഷയാണ് എന്ന് തെറ്റിദ്ധരിക്കാത്തവർ ഇല്ലാതില്ല. ഹല്ലേലൂയ. കുഞ്ഞ് മരിച്ചു പോവുക, കട കത്തിപ്പോവുക, നഷ്ടത്തിലാവുക, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് സംഭവിക്കുക, രോഗം വരിക, ഭാരം വരിക, ഡിവോഴ്സുകൾ ജീവിതത്തിൽ സംഭവിക്കുക, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കർത്താവ് ഇതിലൂടെ എന്നെ ബാലശിക്ഷ കഴിക്കുകയാണ് എന്ന് ചിന്തിക്കാത്തവർ ഇല്ലാതില്ല. ചിലരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ചിന്ത വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവമക്കളെ, ഒരിക്കലും ശിക്ഷാവിധി ബാലശിക്ഷയെന്നോ ബാലശിക്ഷ ശിക്ഷാവിധി എന്നോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ബാലശിക്ഷയിൽ അപ്പനും മകനും തമ്മിലുള്ള ഇടപാടാണ് നടക്കുന്നത് എന്ന് വചനം വ്യക്തമായി പറയുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ബാലശിക്ഷ സഹിച്ചാൽ, എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അടുത്തത്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്ക് കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലിടയന്മാരത്രേ. കൗലിടയന്മാർ, ആ വാക്കൊന്ന് കേട്ടെ. കൗലിടയന്മാർ, ജാരസന്തതികളത്രേ.
എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്കില്ല എങ്കിൽ ഓർക്കുക, നിങ്ങൾ അപ്പൻ്റെ മക്കളല്ല, ജാരസന്തതികൾ അത്രേ. അപ്പൻ ആരെന്നറിയാത്തവരെ ആ ജാരസന്തതികൾ എന്ന് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്പൻ്റെ മക്കളാണ്, അപ്പൻ ആരെന്ന് അറിഞ്ഞവരാണ് നിങ്ങൾ. എല്ലാവരും സഹിക്കുന്ന ബാലശിക്ഷ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരത്രേ. അപ്പൻ ആരായെന്ന് അറിയത്തില്ലാത്ത ജാരസന്തതികളത്രേ. പക്ഷെ നിങ്ങൾക്ക് ബാലശിക്ഷ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾക്കൊരു അപ്പനുണ്ട്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബാലശിക്ഷ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾക്കൊരു അപ്പനുണ്ട്. ബാലശിക്ഷ എന്ന പദം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. എന്താണ് ഒരു ബാലന് അപ്പൻ കൊടുക്കുന്ന ശിക്ഷ? ആക്സിഡന്റ് ആണോ? ഒരു ബാലന് അപ്പൻ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? ചൂടുവെള്ളം കോരി ഒഴിക്കലാണോ? ആ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പിന്നെ താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ ജഡീക പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ചതുപോലെ അല്ല കർത്താവിന്റെ ബാലശിക്ഷ. ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. 9-ാമത്തെ വാക്യം, നമ്മുടെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ആണ്ടോ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അവര് നമ്മെ ശിക്ഷിച്ചത് ജഡത്തിലാണ്. അങ്ങനെ ശിക്ഷ കിട്ടിയപ്പോ നാം പേടിച്ച് അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ഇതല്ല ഇവിടെ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? എന്നിട്ട് പറയുക, അവരുടെ ശിക്ഷയും ഈ ശിക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. മാതാപിതാക്കൾ, ജഡീക മാതാപിതാക്കൾ ശിക്ഷിച്ചത് എങ്ങനെയാന്നാ പറയുന്നത്? അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ, അടുത്തത് യേശുവോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പൊ കർത്താവിന്റെ ബാലശിക്ഷ ജഡീക മാതാപിതാക്കന്മാർ കുറെ കാലം ജഡത്തിൽ ശിക്ഷിച്ച ജഡീക ശിക്ഷ പോലെ അല്ല. ഹല്ലേലൂയ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ദേഷ്യം വന്നപ്പം തവി വെച്ചടിച്ച അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്, കൈയൊന്നും പൊക്കണ്ട. ദേഷ്യം വന്നപ്പോ മക്കളെ ചവിട്ടിയ അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടാവും. പക്ഷെ അതാ അവിടെ വചനം എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ദേഷ്യം തീരുന്നവരെ അടിച്ച അപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ടാവും. ഇത്രയും അപ്പന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര അപ്പന്മാർ അങ്ങനെ ഉണ്ടാവും? കെട്ടിയിട്ട് മക്കളെ അടിച്ച അപ്പന്മാർ ഇവിടെ ഉണ്ടാവും. കലി തീരുന്നവരെ അപ്പന്മാർ അടിച്ച അപ്പന്മാർ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഈ അപ്പന്മാരും മക്കളും എല്ലാരും കൂടെ ഇപ്പൊ കർത്താവിന്റെ അടുക്ക് വന്നിട്ട്, ഞാനെന്നെ അപ്പൻ ശിക്ഷിച്ച പോലെയാ സ്വർഗസ്ഥനായ പിതാവ് എന്നെ ശിക്ഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഉടനെ എബ്രായ ലേഖനകാരൻ തുറന്നു പറയുക, അയ്യോ, നിങ്ങളുടെ ജഡീക പിതാക്കന്മാർ ജഡത്തിൽ ശിക്ഷിച്ചതുപോലെ അല്ല ആത്മാക്കളുടെ ഉടമസ്ഥൻ നിങ്ങളെ ശിക്ഷിക്കുന്നത്. നിങ്ങളുടെ ഗുണത്തിനായിട്ട് അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നേ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. അവന്റെ ശിക്ഷണത്തിൽ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാകത്തില്ല. ഒരു ദോഷവും കൊണ്ടും നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല അവൻ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ 5 വയസ്സുള്ള മോളെ ഞാൻ തർജ്ജനം ചെയ്യാറുണ്ട്. എൻ്റെ 5 വയസ്സുള്ള മോളെ ഞാൻ വഴക്ക് പറയാറുണ്ട്. ഞാൻ അവൾക്ക് ബാലശിക്ഷ കൊടുക്കാറുണ്ട്. മിക്കവാറും സന്ദർഭങ്ങളിൽ എൻ്റെ ബാലശിക്ഷ എങ്ങനെയാണെന്നറിയോ? എൻ്റെ മുഖം ഒന്ന് എന്നെ പറയട്ടെ, അല്പം ക്രൂരമായാൽ മതി, അവൾക്ക് കാര്യം മനസ്സിലാവും. അപ്പാച്ചിക്ക് അത് ഇഷ്ടമില്ല ഞാൻ ചെയ്യുന്നേ എന്നും പറഞ്ഞത് ഡീസൻ്റ് ആയിട്ട് വരും. ഹല്ലേലൂയ. ബാലശിക്ഷയിൽ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിനെ ചൂരിൽ വെച്ച് ഞാൻ അടിച്ചിട്ടില്ല. കാരണം ഒരു ബാലന് അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന് താങ്ങാൻ കഴിയുന്നതല്ല ചൂരൽ കൊണ്ടുള്ള ഒരു അടി. അതേസമയം കൗമാരപ്രായക്കാരന് ചൂരൽ കൊണ്ട് ഒരു അടി കൊടുത്താൽ ഒരുപക്ഷെ അവന് താങ്ങാൻ കഴിഞ്ഞേക്കാം. പക്ഷെ എൻ്റെ കുഞ്ഞിനെ പല സന്ദർഭങ്ങളിലും അടി എന്ന് പറയും മുമ്പേ അവൾ റെഡിയാകാറുണ്ട്. ജഡീക പിതാവാകുന്ന ഞാൻ കണ്ണുരുട്ടി കാണിച്ചും കൈ ചൂണ്ടിക്കാണിച്ചും കിട്ടുവടി എന്നൊക്കെ പറയുമ്പോ കിട്ടുവടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഒതുക്കുന്നെങ്കിൽ, ഇവിടുത്തെ ചോദ്യം അതാണ്. ആത്മാക്കളുടെ ഉടമസ്ഥൻ, ജഡീക പിതാക്കന്മാർ ജഡത്തിൽ ശിക്ഷിച്ചു, ആത്മാക്കളുടെ ഉടമസ്ഥനോ? നിങ്ങളെ ജഡത്തിൽ ശിക്ഷിപ്പിച്ച് മടക്കി കൊണ്ടുവരേണ്ട ഗതികേടുണ്ടോ? ഇവൻ ആത്മാക്കളുടെ പിതാവല്ലേ? ആ മേളത്തെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ആത്മാക്കളുടെ പിതാവിന്
9-ാമത്തെ വാക്യം, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. അടുത്തത് ആത്മാക്കളുടെ പിതാവിന്. ശ്രദ്ധിക്കട്ടെ, ആത്മാക്കളുടെ പിതാവിന്. ഉറക്കെ പറ, ആത്മാക്കളുടെ പിതാവ്. ഒച്ചത്തിൽ പറഞ്ഞേ, ആത്മാക്കളുടെ പിതാവ്. എല്ലാ ദൈവമക്കളും പറഞ്ഞേ, ആത്മാക്കളുടെ പിതാവ്. മുമ്പിൽ ഇരിക്കുന്നവർ മുതൽ പുറകിൽ ഇരിക്കുന്നവർ വരെ പറഞ്ഞാട്ടെ, ആത്മാക്കളുടെ പിതാവ്. ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവർ പറഞ്ഞേ, ആത്മാക്കളുടെ പിതാവ്. നിങ്ങളുടെ ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവം നിങ്ങളെ ജഡത്തിൽ ശിക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവോ? ഇവിടെ പറയാ, ജഡിക പിതാക്കന്മാർ ജഡത്തിൽ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടെങ്കിൽ ആത്മാക്കളുടെ ഉടമസ്ഥന് എത്രയധികം കീഴടങ്ങിയിരിക്കേണ്ടതാകുന്നു, എത്രയധികം കീഴടങ്ങിയിരിക്കേണ്ടതാകുന്നു. അത് ശിക്ഷിക്കുന്നതുകൊണ്ടല്ല, ജഡിക പിതാക്കന്മാർ ശിക്ഷ തന്നപ്പം റെഡിയായെങ്കിൽ ആത്മാക്കളുടെ ഉടമസ്ഥൻ ആത്മാവിൽ രക്ഷ തന്നല്ലോ എന്നോർത്ത് അധികം അവൻ കീഴടങ്ങിയിരിക്കേണ്ടതത്രേ. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇങ്ങനെയാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതാണ്. എൻ്റെ കട കത്തിച്ചത് ദൈവമാണ്, എൻ്റെ കുഞ്ഞിനെ കൊന്നത് ദൈവമാണ്, ഇതിലൂടെ എല്ലാം ദൈവം എന്നെ ശോധന ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയ കുറേ പേര് എബ്രായ സഭയിലും ഉണ്ടായിരുന്നു കേട്ടോ, എബ്രായ കൂട്ടായ്മയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് വികലമായ ഒരു ചിത്രമായിരുന്നു അവരുടെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് ആ എബ്രായ ലേഖനകാരൻ എഴുതി വെച്ചപ്പോൾ പറഞ്ഞത്, അയ്യോ നിങ്ങൾ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം. 18 മുതലുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനകാരൻ എബ്രായ സഭയെ വിളിക്കുകയാണ്, അയ്യോ നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. 18-ാമത്തെ വാക്യം, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലേക്ക് അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്ഥൂലമായ പർവ്വതം, പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെയാ വെളിപ്പെട്ടിരുന്നേ. സ്ഥൂലമായ പർവ്വതം, വാക്കുകളുടെ സ്ഥൂലിച്ചിരിക്കുന്ന പർവ്വതം, മെലിഞ്ഞു പൊങ്ങിയിരിക്കുന്ന പർവ്വതം, പർവ്വതത്തിൽ വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, മേഘതമസ്, കൂരിരുട്ട്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലേക്ക് അല്ലല്ലോ നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ പ്രതികാരകനായി വെളിപ്പെട്ട ദൈവത്തെയാണ് മലയിൽ ഇറങ്ങി വന്നവനായി നിങ്ങൾ കണ്ടത്. മലയിൽ ഇറങ്ങി ദൈവം വന്നപ്പോ താഴ്വരയിൽ നടമേറിയത് ശിക്ഷാ നടപടികളാണ്. ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയുകയും ശരീരത്തിൽ കുഷ്ഠം വരുത്തുകയും ഇങ്ങനെ പ്രതികാര ചൊവ്വയുള്ള ഒരു ദൈവത്തെയാണ് മലയിൽ ഇറങ്ങി വരുന്നവനായി നിങ്ങൾ കണ്ടത്. കാരണം അത് യഹോവയുടെ പ്രതികാര ദിവസമായിരുന്നു. എന്നിട്ട് ഇന്ന് പുത്രന്റെ പ്രസാദ വർഷത്തിൽ വന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം അങ്ങനെയാണെന്നാണോ? അല്ല അല്ല അല്ല. യഹോവയുടെ പ്രതികാര ദിവസവും നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രസാദകാലവും ഇതാ വന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രസാദകാലത്ത്, പ്രതികാര ദിവസത്തിൽ അവൻ മനുഷ്യരുടെ ഇടയിൽ വസിച്ചിരുന്നില്ല. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, കൂരിരുട്ട്, മിന്നൽ പിണർ എന്നിവയുടെ അകമ്പടിയോടുകൂടെ മലയിൽ ഇറങ്ങി വന്ന ദൈവം, പ്രതികാര ദിവസത്തിൽ മലയിൽ ഇറങ്ങി വന്ന് പ്രതികാരം വീട്ടിയച്ച് തിരിച്ചുപോയ ദൈവം, പ്രസാദ വർഷത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മലയിൽ ഇറങ്ങി വന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയായി ഇന്ന് വ്യാപരിക്കുന്നതിനാൽ കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ചിത്രം എന്തായിരുന്നു നിങ്ങൾക്കറിയാം. മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ചിത്രം എന്തായിരുന്നു? ഒരു മൃഗമെങ്കിലും ദൈവം ഇറങ്ങി വരുന്ന പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. അന്നത്തെ കൽപ്പന ഇങ്ങനെയായിരുന്നു, ദൈവം ഇറങ്ങി വരുന്ന പർവ്വതത്തിൽ മനുഷ്യനല്ല ഒരു മൃഗമെങ്കിലും, അപ്പൊ മനുഷ്യന്റെ ഗതി എന്താവും നീതിക്കാം, ഒരു മൃഗമെങ്കിലും ആ പർവ്വതത്തിൽ വിട്ടുപിഴച്ച് ഒന്ന് പോയി കയറിയാൽ ആ കയറിയ മൃഗത്തെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന സഹിച്ചുകൂടായിരുന്നു. അപ്പൊ അതായിരുന്നു അന്നത്തെ കൽപ്പന. ദൈവം ഇറങ്ങി വന്നിരുന്നത് മനുഷ്യരുടെ ഇടയിലല്ലായിരുന്നു, മറിച്ച് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തിയിലും ദൈവം ഇറങ്ങി വന്നിരുന്നില്ല. മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചിലതിൽ, അത് പെട്ടകമായിക്കോട്ടെ, സമാഗമന കൂടാരമായിക്കോട്ടെ, ആഗമന കൂടാരം, ദൈവവും മനുഷ്യനും സമമായി ആഗമിക്കും ഒരു കൂടാരത്തിൽ, ആഗമന കൂടാരമാകട്ടെ. പക്ഷെ ദൈവം ഇവിടെ ഒന്നും പ്രത്യക്ഷനായിരുന്നില്ല. പഴയ നിയമത്തിൽ ആൾക്കാർ തൃപ്തി വന്നത് നിഴല് കണ്ടും
അത്യുന്നതന്റെ നിഴല് കണ്ടും തിരുനിവാസത്തിന്റെ മറവ് കണ്ടും ഒക്കെയാ പഴയ നിയമത്തിൽ വ്യക്തികൾ തൃപ്തരായത്. അന്ന് വെളിപ്പെട്ടത് യഹോവയുടെ പ്രതികാര ദിവസമായിരുന്നു. പ്രതികാര ചുവയുള്ളവനായി ദൈവം നിൽക്കുകയായിരുന്നു. കാരണം പ്രതികാരം പുത്രന്റെ മേൽ വീണിട്ടില്ലായിരുന്നു. പുത്രൻ ദൈവകോപത്തിൽ വീണ് വെന്തെരിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുത്രന്റെ മേൽ ദൈവകോപം വീഴാത്തതുകൊണ്ട് ഈ ദൈവകോപം വീണത് ജനത്തിന്മേലായിരുന്നു. അങ്ങനെ ദൈവകോപം വീണ ജനം ഓരോ ദിവസവും ദൈവത്തിന്റെ പ്രതികാരത്തിന് ഇരയായിക്കൊണ്ടിരുന്നു. ഈ ചിത്രം ആ പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമതേന് ഭൂമി വളർന്ന് വിഴുങ്ങിക്കളയും, ശരീരത്തിൽ മുഴുവൻ കുഷ്ഠം വരുത്തും. 430 310 വർഷങ്ങൾ, 7 14 വർഷങ്ങൾ അമാല്യക്കർ, ഗിർഗസ്യർ, എബൂസ്യർ, ഹിത്യർ, അമോന്യർ, ഇങ്ങനെ മിദ്യാന്യർ, ഇങ്ങനെ ഓരോ ജാതികൾക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രതികാര ചുവയുള്ളവനായി ദൈവം വെളിപ്പെട്ടു. എന്നാൽ ഇന്ന് ഇങ്ങനെ അല്ല. ബാലശിക്ഷ അറിയാൻ വേണ്ടി ഈ പ്രതികാരകനായ ദൈവത്തിന്റെ ചിത്രം വെച്ചോണ്ട് വരരുതേ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ബാലശിക്ഷ എന്നതാന്ന് പഠിക്കുന്നതിന് മുമ്പേ ദൈവം എന്നതാന്ന് പഠിക്കണം. അതാ എബ്രായ ലേഖനകാരൻ പറയുന്നത്. ബാലശിക്ഷ എന്നതാന്ന് പഠിക്കുന്നതിന് മുമ്പേ ദൈവം ആരാന്ന് പഠിക്കണം. നിങ്ങൾ പണ്ട് സ്ഥൂലിച്ചിരിക്കുന്ന പർവ്വതത്തിൽ ഇറങ്ങി വരുന്നവനായി കണ്ടവനല്ലിവൻ. നിങ്ങൾ പണ്ട് വാക്കുകളുടെ ശബ്ദവും കൊടുങ്കാറ്റും മിന്നൽപ്പിണരുടെ അഴകമ്പടിയായി ഇറങ്ങി വരുന്നവനായി കണ്ടവനല്ലിവൻ. ഇത് തേജസ് വാരിയെടുത്ത ദൈവപുത്രനാണ് വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവക്രോധാഗ്നിയിൽ വീണ് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞ യേശു അത്രേ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നവൻ. ഓ, കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞേ. ഓ, ഹല്ലേലൂയ. ദൈവമക്കളെ, എബ്രായ ലേഖനക്കാരൻ ആദ്യമേ വിളിക്കുക ബാലശിക്ഷ എന്ന് പറയുന്ന വിഷയം മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം ഈ ദൈവത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം സൂചിച്ചിരിക്കുന്ന പർവ്വതത്തിൽ വാക്കുകളുടെയും കൊടുങ്കാറ്റിൻ്റെയും മിന്നൽ പിണരുടെയും ആരവാരത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നിങ്ങൾക്കറിയാവുന്നേ. ഇതല്ല കേട്ടോ ഈ വെളിപ്പെടുത്തൽ. ഇത് സ്ഥൂലമായ കത്തുന്നതുമായ പർവ്വതത്തിൻ്റെ പരിപാടിയല്ല. ഇത് നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന അപ്പൻ്റെ അടുക്കലേക്ക്, അടുത്ത് വന്നിരിക്കുന്ന ദാസന്മാരായിട്ട് യജമാനൻ്റെ അടുക്കലേക്കല്ല, നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന അപ്പൻ്റെ അടുക്കലേക്കാണ്. നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന മക്കളുടെ അടുക്കലേക്ക്, മക്കളെന്ന ഉറപ്പോടെയാണ്. അതാണ് 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 7-ാം വാക്യത്തിൽ കണ്ടത്, 12:7 കണ്ടത്. ദൈവം വായിച്ചു 12:7. ബാലശിക്ഷ സഹിച്ചാൽ, നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ കണ്ടോ. ഇത് മലയിൽ ഇറങ്ങി വന്നപ്പോൾ ദൈവ യജമാനനും താഴെ നിൽക്കുന്നവർ ദാസന്മാരുമായിരുന്നു. എന്നാൽ ഇന്ന് വചനം എബ്രായർ 12:7 പറയുന്നു, ദൈവം നിങ്ങളോട് യജമാനൻ ദാസനോട് ഇടപെടുന്ന പോലെ അല്ല. ഒരു യജമാനന്റെ മുഖത്തും ഇന്ന് വരെ ഒരു ദാസനും നോക്കിയിട്ടില്ല. ആകപ്പാടെ നോക്കുവാൻ കഴിയുന്നത് ആ കൈകളിലേക്കാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വചനം പറഞ്ഞത്, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ദൈവമേ ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് നോക്കുകയാണ്. പണ്ട് കാലത്ത് ആൾക്കാർ പർവ്വതത്തിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കാരണം പർവ്വതത്തിലായിരുന്നു ദൈവം ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് പർവ്വതത്തിലേക്ക് നോക്കിയ പെടലുവേദന എടുത്ത് തല താഴ്ത്താന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. പർവ്വതത്തിൽ ഇറങ്ങി വരുന്ന ദൈവം ശപഥം ചെയ്തു, ഇനി ഒരു വസ്തുവിലും ഞാൻ വസിക്കയില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ഓ, കൈപ്പണിയായ യാതൊന്നിലും ഞാൻ വസിക്കയില്ല. നിങ്ങൾ എന്റെ മന്ദിരം, എന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുനാഥന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഈ സത്യം നിങ്ങൾ അറിയാതിരിക്കരുത്. കാരണം ഇതിനകത്തൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രശ്നം എബ്രായ ലേഖനകാരൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ദൈവം ക്രൂരനാണ് എന്ന വികലമായ ദൈവത്തിന്റെ ചിത്രം വരച്ചു കാട്ടി പലരും വിശ്വാസത്തിൽ ക്ഷീണിച്ചുപോയി. ഈ ദൈവം പ്രതികാരകനാണെന്നുള്ള ചിത്രം വരച്ചു കാട്ടി പലരും വിശ്വാസത്തിൽ തളർന്നുപോയി, ക്ഷീണിച്ചുപോയി, ഉടഞ്ഞുപോയി, തകർന്നുപോയി. എബ്രായ ലേഖനകാരൻ പറയുന്നു, അയ്യോ, അല്ല, ഇതന്ന് പ്രതികാര ചുവയുമായി വെളിപ്പെട്ട പരിപാടിയല്ല. പുത്രന്റെ മേൽ ദൈവകോപം വീണു, നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ വന്നിരിക്കുന്നു. കരമടിച്ച് യേശുവിന് നന്ദി പറ. ഇന്ന് നാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയില് ആ അപ്പൻ മക്കളോട് പ്രതിവാദമാകുന്ന ബാലശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ മക്കളോട് പ്രതിവാദമാകുന്ന ബാലശിക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് അതിലേക്ക് കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നു? ഹല്ലേലൂയ. ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റ് തന്ന ശിക്ഷ
ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിച്ച് എന്നെ മടക്കി കൊണ്ടുവരുന്നതിലുപരി ഇന്ന് ഞാൻ തെറ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പൻ്റെ മുഖത്തൊന്നും എനിക്ക് കണ്ണ് പറിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതം. എൻ്റെ അപ്പനുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിനകത്ത് എനിക്ക് പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല എന്ന വചനത്തിൻ്റെ ആ വെളിപ്പെടുത്തലാണ് ബാലശിക്ഷയിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കൊച്ചുകുഞ്ഞിനെ കണ്ണുരുട്ടി കാണിക്കുമ്പോൾ അത് തെറ്റിതിരുത്തി മടങ്ങി വരുന്നത് പോലെ നിങ്ങൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പിതാവിൻ്റെ ഹൃദയം തകരുന്നു എന്ന കാരണത്താൽ നിങ്ങൾ തെറ്റിൽ തുടരാൻ കഴിയാതെ മടങ്ങി വരുന്ന ഒരു വലിയ ബന്ധം ഇന്ന് ഇതിൻ്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ബന്ധം ഇന്ന് ഇതിന്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വചനം പറഞ്ഞത്, നിങ്ങൾ ബാലശിക്ഷ സഹിക്കുന്നുവെങ്കിൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. മകനോടുള്ള അപ്പന്റെ പെരുമാറ്റമാണ് ബാലശിക്ഷ. വണ്ടിക്കടി തള്ളിയിടൽ അല്ല ബാലശിക്ഷ. കുഞ്ഞിനെ കൊന്നിട്ട് നിന്നെ വിളിക്കുകയല്ല ബാലശിക്ഷ. ചെയ്യുന്ന ബിസിനസ് മുഴുവൻ മുടിച്ചിട്ട് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവശോധന ചെയ്യുന്ന അല്ല ബാലശിക്ഷ. അപ്പനോടുള്ള മകന്റെ ഇടപാടാ ബാലശിക്ഷ. അപ്പനോടുള്ള മകന്റെ പെരുമാറ്റമാ ബാലശിക്ഷ. എങ്ങനെയാ തെറ്റ് വന്ന എൻ്റെ കുഞ്ഞിനോട് അപ്പനായ ഞാൻ എങ്ങനെയാ പെരുമാറുന്നത് എനിക്കറിയാം. ഇത് ജഡീകനായ അപ്പൻ, ജഡീകനായ അപ്പൻ ഹല്ലേലൂയ. ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തോ വിഷമമാ. ജഡീക അപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നാ വിഷമോ, എന്നാ കാര്യം? രക്തത്തിൽ നിന്ന് രക്തവും അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. അതിനെ വഴക്ക് പറഞ്ഞ് ഇടാനൊക്കത്തില്ല. കാരണം അത് എൻ്റേതാ, സ്വന്തമാ, അല്ലേ? ഹല്ലേലൂയ. ഞാൻ ജന്മം കൊടുത്തതാ. എത്ര വഴക്ക് പറഞ്ഞാലും, വഴക്ക് വലിയ ദേഷ്യത്തിലൊക്കെ പറഞ്ഞാലും തിരിച്ചു എന്ന് അടിച്ച കാലത്ത് തിരുമാത്ത അപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ടോ? ഹല്ലേലൂയ. ആഹാരം കഴിക്കുകയല്ല, പിണങ്ങി കിടന്നാലും അവൻ്റെ കൂടെ കിടന്ന് അവനെ എഴുന്നേപ്പിച്ച് വിളിച്ച് ആഹാരം കൊടുക്കാത്ത അപ്പന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്ക്. ഒരു പ്രത്യേക പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇല്ല, അത് നമുക്ക് കഴിയുകയില്ല. കാരണം എന്നാണെന്നറിയോ? നമ്മൾ മക്കളാണ്, നമുക്കവൻ അപ്പനാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഈ പെരുമാറ്റത്തിലേക്ക് എത്ര പേർക്ക് വരുവാൻ താല്പര്യമുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ദൈവം മക്കളോട് പെരുമാറുന്ന ദൈവത്തിൻ്റെ അപ്പൻ്റെ മക്കളോടുള്ള പെരുമാറ്റമാണ് ബാലശിക്ഷ. ഈ പെരുമാറ്റത്തെ സ്വീകരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒന്ന് കരം ഉയർത്തിക്കൊണ്ട് യേശുവിനോടൊന്ന് പറഞ്ഞേ. എല്ലാ രണ്ട് കരം ഉയർത്തിക്കാട്ടെ. ടെലിവിഷനിലൂടെ എന്നെ കാണുന്നവരെ, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ സമയത്ത് എൻ്റെ കൂടെ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? ഈ വലിയ ബാലശിക്ഷയിലേക്ക് കർത്താവ് നിങ്ങളെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുവാൻ ഇഷ്ടപ്പെടുന്നു. ദയവായിട്ട് കണ്ണുകളെ തുറക്കുക. കണ്ണുകളെ അടയ്ക്കേണ്ട സമയമല്ല. രണ്ട് കരങ്ങളെ ഉയർത്താവുന്നിടത്തോളം ഉയർത്തുക. രണ്ട് കരങ്ങളെ ഉയർത്താവുന്നിടത്തോളം ഉയർത്തുക. എന്നിട്ട് ഇങ്ങനെ പറയുക, യേശുനാഥ. പറയുക, വായി തുറന്ന് പറയുക, യേശുനാഥ. അപ്പൻ മക്കളോട് ഇടപെടുന്ന ഉറക്കെ പറഞ്ഞാട്ടെ, അപ്പൻ മക്കളോട് ഇടപെടുന്ന ആ ബാലശിക്ഷയ്ക്ക് വിധേയനാകുക. ആ പെരുമാറ്റത്തിന് വിധേയനാകുക. ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. കരമുയർത്തി തുറന്നു പറയുക, യേശുനാഥ, എന്റെ യേശുവേ. അപ്പൻ മക്കളോട് പെരുമാറുന്ന ആ പെരുമാറ്റമാകുന്ന ബാലശിക്ഷ സ്വീകരിക്കുവാൻ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. യേശുനാഥ, ഇപ്പോൾ തന്നെ ആ പെരുമാറ്റം ഞാൻ സ്വീകരിക്കുന്നു. അപ്പൻ മക്കളോട് പെരുമാറുന്ന കരമുയർത്തി കണ്ണു തുറന്ന് ഉറക്കെ പറയുക, അപ്പൻ മക്കളോട് പെരുമാറുന്ന ആ പെരുമാറ്റം സ്വീകരിക്കുക. ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. ആ പെരുമാറ്റം ഞാൻ സ്വീകരിക്കുന്നു. പരിഭവം കൂടാതെ ആ പെരുമാറ്റം ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പ്രിയ പിതാവേ, ഈ സമയത്ത് ലോകരാജ്യങ്ങളിൽ എന്നെ വീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൻ മക്കളോട് പെരുമാറുന്ന ആ വലിയ പെരുമാറ്റം അവർ വിശ്വാസത്താൽ സ്വീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ വിശ്വാസത്താൽ സ്വീകരിക്കട്ടെ.
ഈ ബാലശിക്ഷയിലൂടെ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുന്ന തരത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ഒരിക്കലും ബാലശിക്ഷ ഞങ്ങളുടെ ദോഷത്തിനല്ലല്ലോ, ഞങ്ങളുടെ ഗുണത്തിനായിരിക്കാൻ സ്തോത്രം. അങ്ങയെ പോലെ ഞങ്ങളെ വിശുദ്ധരാക്കുവാൻ അങ്ങയുടെ പെരുമാറ്റ ചട്ടത്തിനകത്ത് ഞങ്ങളെ നിർത്തുന്ന ആ കൃപയ്ക്കായിട്ട് നന്ദി കർത്താവേ. അതിനകത്ത് അത്ഭുത സൗഖ്യവും വിടുതലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളത് സ്വീകരിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്കുക. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക, സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. പ്രാർത്ഥനയോടെ ഇരിക്കുക. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിൽ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ദൈവമക്കളെ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ ബാലശിക്ഷ എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ മറക്കരുത്, അത് നിങ്ങൾ വിസ്മരിക്കരുത്. എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലെ ബാലശിക്ഷയിൽ വിസ്മരിക്കാനാവാത്ത ഒരു പ്രധാന കാര്യം, എബ്രായ സഭയ്ക്ക് ഒരു വലിയ വിഷയം നേരിട്ടു. എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവത്തെക്കുറിച്ചുള്ള വികൃതമായ ചിത്രം. ദൈവം ക്രൂരനാണ്, ദൈവം ഇങ്ങനെ ചെയ്യും, ദൈവം അങ്ങനെ ചെയ്യും, ദൈവം ശിക്ഷിക്കും എന്നൊക്കെയുള്ള ഒരു വികലമായ ചിത്രം വല്ലാതെ അവരെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിയിട്ട് ക്രൂരനായ ഒരു ദൈവത്തിൻ്റെ ചിത്രം അവരുടെ ഉള്ളിൽ കൊടുത്തതുകൊണ്ട് ദൈവത്തിൻ്റെ പെരുമാറ്റമാകുന്ന ബാലശിക്ഷ അനുഭവിക്കാൻ കഴിയാതെ സാത്താൻ ഒരുക്കിയ ശിക്ഷാവിധിക്കകത്ത് പലരും വീണു പോകുവാനിടയായി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പെരുമാറ്റമാകുന്ന ബാലശിക്ഷ അനുഭവിക്കാൻ കഴിയാതെ പിശാചിനും ദൂതന്മാർക്കും വന്നു പിണഞ്ഞ ശിക്ഷാവിധിക്കകത്ത് ദൈവം ക്രൂരനാണെന്ന് ചിന്തിച്ച് പലരും വീഴുവാനിടയായി. ഈ ഗതികേട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു വാക്യം കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ 12-ാം അധ്യായത്തിൻ്റെ തന്നെ നിങ്ങളൊന്ന് 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഒരാൾ പോലും കർത്താവിൻ്റെ പെരുമാറ്റമാകുന്ന ബാലശിക്ഷയിൽ തുടരാതെ ശിക്ഷാവിധിയിൽ വീണു പോകാൻ ഇടയാകരുത്. അതിനുവേണ്ടിയാണ് ഈ വചനം സംസാരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യം നോക്കിയേ. ആകയാൽ തളർന്ന കയ്യും. എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ആകയാൽ അതുകൊണ്ട് മേളി പറഞ്ഞു എന്താ ഈ അധ്യായത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞത് എന്താ പ്രിയരെ? ഇങ്ങോട്ട് നിന്ന് നോക്കിക്കേ, എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. ഈ ദൈവം ഇതാണ്. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ സ്നേഹസ്വരൂപനായ ഒരു പിതാവിൻ്റെ അടുക്കിലേക്കാണ്. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ പറഞ്ഞു, ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുകയാണ് എന്ന് പറഞ്ഞിട്ട് എബ്രായർ 12-12 പറയുകയാണ്, ഈ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ആകയാൽ 12-12 ആകയാൽ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ ഇതാണ് വിഷയം ഇവിടെ. ചിലരുടെയൊക്കെ കൈ തളർന്നുപോയി, ചിലരുടെയൊക്കെ മുഴങ്കാലുകൾ അല്ലെ വായിച്ചേ, ഒന്നിട്ട് വായിച്ചേ. 12-12 മുഴങ്കാലുകൾ പലതും കുഴഞ്ഞുപോയി, പലരുടെയും കൈകൾ തളർന്നുപോയി. ഹല്ലേലൂയ. ഈ അധ്യായം ഈ ലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, വിശ്വാസത്തിൽ നിന്ന് പലരും ക്ഷീണിച്ചു പോയി, സഭായോഗങ്ങൾ പലരും മുടക്കാനിടയായി, ദൈവസ്നേഹത്തിൽ നിന്ന് പലരും പുറകോട്ട് പോയി. വികലമായ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം അനേകരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഈ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ മറുപടി തരാത്തേ? ഇത്രയും ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചില്ലേ, ഇത്രയും ഞാൻ നിലവിളിച്ചില്ലേ, എന്നിട്ടും ഈ ദൈവം എന്തുവാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് പ്രാർത്ഥിക്കുന്നവരും വന്ന് പറഞ്ഞു, ഇതിലൂടെ ദൈവം നിങ്ങളെ ശോധന ചെയ്യുക, ഇതിലൂടെ ദൈവം നിങ്ങളെ മടക്കി വരുത്തുക, ഈ അനർത്ഥം നിങ്ങൾക്ക് സംഭവിച്ചതിലൂടെ കർത്താവ് നിങ്ങളെ പണിയുകയാണ്. എന്നിട്ട് പൊന്ന് തീയിലിടുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞു. പൊന്ന് തീയിലിടുന്ന ഉദാഹരണമൊക്കെ പറഞ്ഞു. തീയിൽ വീഴുന്ന പൊന്ന്, തീയിൽ വീഴുന്ന പൊന്ന് കീടം മാറി പുറത്ത് വരുന്നത് പോലെ നിങ്ങളെ പുറത്തെടുക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ തീക്കാത്തിട്ടിരിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പം ദൈവത്തെക്കുറിച്ച് വളരെ വികൃതമായ ഒരു ചിത്രം ഉള്ളിൽ കയറി. അവസാനം എബ്രായ സഭയിൽ പലരുടെയും കൈകൾ കുഴഞ്ഞു, കൈകൾ തളർന്നുപോയി. അവർ പറഞ്ഞു, ഈ പരിപാടിക്ക് ഞങ്ങൾ ഇനിയില്ല. ഇതുപോലൊരു ദൈവത്തെ മുമ്പ് നിന്ന ആ അവസ്ഥയിലൊരു ദൈവത്തെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ആ ദൈവം പോലും ഇതുപോലെ ശിക്ഷിക്കുകയല്ല. ഈ ദൈവം എന്നോ ദൈവമാ ഇതൊന്ന് പറഞ്ഞ രണ്ടാമതേന് ഞങ്ങളെ ശിക്ഷിക്കുന്ന ദൈവമാണോ എന്ന് പറഞ്ഞ് പലരുടെയും ദൈവസ്നേഹം തണുത്തുപോയി.
ഈ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകാരൻ വിശ്വാസികളെ ഉണർത്തുക, അയ്യോ തെറ്റിദ്ധരിച്ചാണ് കൈ തളർന്നു പോയത്, അങ്ങനല്ല. ആകയാൽ ഇതാ ദൈവം അപ്പനും മക്കളും തമ്മിലുള്ള ഇടപാടായത്. ഇത് അപ്പൻ മക്കളോടുള്ള പെരുമാറ്റമായത്, ബന്ധമായത്. ഇത് റിലേഷനാ, റിച്വൽ അല്ല. ഹല്ലേലൂയ. ദൈവത്തെ നിങ്ങൾ അങ്ങനെ കാണരുത്, അതല്ല യഥാർത്ഥ ദൈവത്തിന്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കിയെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വികൃതമായ ചിത്രം നിങ്ങളെ അടിച്ചേൽപ്പിച്ച് ജയാളിയായി ആ സാത്താൻ കാണെ നിങ്ങളുടെ കൈയുടെ തളർച്ചയെ കുടഞ്ഞു കളയുക. 12-ാം വാക്യം. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും പലരുടെയും കാലുകളെല്ലാം കുഴഞ്ഞു, മുഴങ്കാലുകൾ കുഴഞ്ഞു. എന്നിട്ട് പലരും വീണു പോകുവാനിടയായി, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ അങ്ങ് ആയിപ്പോയി. ദൈവത്തെക്കുറിച്ചുള്ള ഈ ദൈവം എന്നെ ഇതിനകത്ത് ഇടപെടാത്തെ, എനിക്ക് മാത്രം എന്നാ ഇത്, ഞാൻ മാത്രം എന്നാ ഇത് അനുഭവിക്കുന്നത്? എൻ്റെ ദൈവമേ, ഈ ദൈവത്തെ പ്രസംഗിച്ചിട്ട് ഈ ഗതികേടാണോ എനിക്ക്? പിറുപിറുക്കാൻ തുടങ്ങി. എന്തുവാ ഇത്? എന്തൊരവസ്ഥയായത്? എങ്ങനെ ഇത് ഗോത്രൂ ചെയ്യും? എങ്ങനെ ഇതിലൂടെ കടന്നു പോകും എന്നൊക്കെ ചിന്തിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പലരുടെയും കൈ തളർന്നു, പലരുടെയും കാലുകൾ കുഴഞ്ഞ്, പലരുടെയും കാലുകൾ കുഴഞ്ഞ് ഇനി ഞാനങ്ങ് കർത്താവിന് വേണ്ടി നിൽക്കുന്നില്ല എന്ന പരുവത്തിലായി. ഉടനെ എബ്രായ ലേഖനകാരൻ ലേഖനം എഴുതി ആശ്വസിപ്പിക്കുക, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. തെറ്റിദ്ധരിച്ചപ്പോഴാണ് തളർന്നും കുഴഞ്ഞും പോയത്. ശരിക്ക് ധരിക്ക്. യേശുവേ നന്ദി. ഈ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ വന്നപ്പോഴാണ് നിങ്ങളുടെ കൈകൾ തളർന്നും നിങ്ങളുടെ കാലുകൾ കുഴഞ്ഞും പോയത്. ഈ ദൈവത്തെക്കുറിച്ച് ശരിക്കൊന്ന് ധരിക്ക്. ഈ ദൈവത്തെക്കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്ക്. ഈ ദൈവം അവര് പറഞ്ഞതല്ല, അത് അന്ന് അങ്ങനെ ആയിരുന്നു. പ്രതികാര ദിവസത്തെ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിൽ വാക്കുകളുടെ ശബ്ദത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും മിന്നൽ പിണരുടെയും കൂരിരുട്ടിന്റെയും അകമ്പടിയോടുകൂടെ പഴയ നിയമത്തിൽ പ്രതികാരകനായി വെളിപ്പെട്ട ദൈവം അല്ല, പുത്രന്റെ മേൽ ദൈവകോപം വീണ് പുത്രനിലൂടെ ദൈവപ്രസാദം സിദ്ധിച്ച ദൈവ മക്കളാ നിങ്ങൾ. അതുകൊണ്ട് തളർന്ന കയ്യ്, ആ വാക്കുകളെന്ന് കേട്ടെ, തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അടുത്തത് വായിച്ചേ, മുടന്തുള്ളത്. അപ്പൊ അവിടെ ഇതായി, മുടന്തായി, പറക്കും മുടന്തായി. അവിടുത്തെ വിഷയങ്ങൾ നിങ്ങളത് കേട്ടെ. കൈ ചിലരുടെ തളർന്നുപോയി, കാലുകൾ വല്ലതും കുഴയാൻ തുടങ്ങി. ഈ കാല് കുഴയുമ്പോഴായി മുടന്ത് തുടങ്ങുന്നത്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്തുള്ളത് മുടന്തി നടന്ന് ഉളുക്കും കൂടെ അതിന്റെ മേളിൽ വരാതിരിക്കേണ്ടതിന്, ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവീൻ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകുവീൻ. ഈ ദൈവം ഇങ്ങനെയല്ല. നിങ്ങളെ ശിക്ഷിച്ചിട്ട്, നിങ്ങളെ തീക്കാത്തിട്ടിട്ട്, നിങ്ങൾ കത്തിക്കരിയുന്നത് കാണുമ്പോ കരമടിക്കുന്ന ഒരു ദൈവം അല്ലിത്. കടന്നു പോകുന്ന ശോധനയുടെ നടുവില് കയറി വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ദൈവം അല്ല ഇവൻ. നിങ്ങളെ മരുഭൂമിയിൽ കൊണ്ടയിട്ടേച്ചിട്ട് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് കാത്തിരിക്കുന്ന ഒരു ദൈവം അല്ല. സ്നേഹവാനായ ദൈവം, അപ്പൻ മകനോട് പെരുമാറുന്നത് പോലെ പെരുമാറി എന്നെ കൃപയിൽ നടത്തുന്ന ദൈവം. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങളുടെ ഉള്ളം ക്ഷീണിച്ച് അധൈര്യപ്പെട്ടു പോകാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. ഈ എബ്രായ ലേഖനം താഴേക്ക് 12-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആകെ ദൈവസ്നേഹത്തിൽ നിന്ന് വ്യക്തികൾ അകന്നു പോകുവാനിടയായി. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പലരും അകന്നു പോകാനിടയായി. കാരണം മതം വരച്ചു കാട്ടിയത് കീറിക്കളയും, വിടുവിക്കാൻ ആരും ഉണ്ടാകുകയെന്ന് പറഞ്ഞൊരു ദൈവത്തെയാണ്. പക്ഷെ യേശുവിലൂടെ വെളിപ്പെട്ടത് മാറോട് ചേർക്കുന്ന അപ്പനാ. ഹലോ ദൈവ മക്കളെ, ഈ സത്യത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. കണ്ണു കുത്തി പൊട്ടിക്കും,
ഒരു കഷ്ടം വന്നാൽ എനിക്കിത് അനുബന്ധമായ കുറേ ഉദാഹരണങ്ങളാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ ബാംഗ്ലൂരുണ്ട്. അടുത്ത കാലത്ത് ആ സഹോദരൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ വേറൊരു രാജ്യത്തായിരുന്നു. ഞാൻ വിവരം അറിഞ്ഞ് ഇല്ലാത്ത ഫോൺ നമ്പരും തപ്പിപ്പിടിച്ച് അദ്ദേഹത്തെ വിളിച്ചപ്പം ആത്മീയതയുടെ ഉത്തംഗ സംഘത്തിൽ നിൽക്കുന്ന അദ്ദേഹം പറയുക, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നില്ല, കാരണം എനിക്ക് മനസ്സിലായി ദൈവം ഇതിലൂടെ എന്നെ ബാലശിക്ഷ കഴിക്കുകയാണ്. ഏതിലൂടെ? കുഞ്ഞിനെ കൊന്നിട്ടോ? ഞാൻ വിചാരിച്ച ആ മനുഷ്യനെ ഒന്ന് പോയി കാണണമെന്ന്. ഈ പറച്ചിലും കൂടെ കേട്ടപ്പോൾ എനിക്ക് പോകാനുള്ള ആഗ്രഹം പോലും തോന്നിയില്ല. ദൈവം ഇതിലൂടെ എന്നെ ശോധന ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നിട്ട് ശോധന ചെയ്യുന്ന ഒരു ദൈവമാണോ ഈ ദൈവം? നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ. പറഞ്ഞേ 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 പറഞ്ഞേ. നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ, ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യാത്തവൻ. ഒന്ന് പറഞ്ഞേ, ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യാത്തവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തെക്കുറിച്ച് സംശയിച്ച് ഈ ദൈവം ഒരുക്കിയ രക്ഷണീയ പദ്ധതിയിൽ വിശ്വാസത്താൽ തുടരാതെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട് ശിക്ഷാവിധി ഹേതുവായിട്ട് സാത്താന്യ ഉപദ്രവങ്ങൾ ഓരോന്ന് വന്നു ഭവിക്കുമ്പം ഇത് കർത്താവ് ചെയ്തതാന്ന് പറയുമ്പം കർത്താവിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ പറ, ഈ കടഭാരം കർത്താവ് ഒരുക്കിയതല്ല, ഈ കടഭാരം പിശാച് ഒരുക്കിയതാ. ഇതിനകത്ത് പോക്കുവഴി എൻ്റെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ നീക്കുവാക്ക് എനിക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പരീക്ഷയും പരിശോധനയും അറിയണം, എന്നാലേ ശിക്ഷാവിധിയും ബാലശിക്ഷയും മനസ്സിലാകുകയുള്ളൂ. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവം അല്ല, ദൈവം പരീക്ഷകനല്ല. സുവിശേഷത്തിൽ പരീക്ഷകൻ അടുത്തു വന്നു എന്ന് പറഞ്ഞത് സാത്താനെയാണ്. യേശു പരീക്ഷിക്കുന്നവനല്ല, യേശു പരിശോധിക്കുന്നവനാ. പരിശോധന എൻ്റേത് നല്ലത് കണ്ടുപിടിക്കാനാ. പരിശോധന. ഡോക്ടർ എന്നെ പരിശോധിക്കുന്നതുകൊണ്ട് എനിക്കൊരു ദോഷം ഉണ്ടാകുകയില്ല. പക്ഷെ മലയുടെ മേളിൽ എന്നെ കൊണ്ടുപോയി താഴോട്ട് തള്ളിയിടാൻ സാത്താൻ ശ്രമിക്കുന്ന പരീക്ഷ കൊണ്ട് എനിക്ക് ദോഷമുണ്ടാകും. കർത്താവ് ആരെയും പരീക്ഷിക്കുന്നില്ല, കർത്താവ് പരിശോധന ചെയ്യുന്നേ ഉള്ളൂ. എന്തിനാ പരിശോധന ചെയ്യുന്നതെന്നറിയോ? ഡോക്ടർ എന്തിനാ ഡോക്ടർമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഡോക്ടർ എന്തിനാ പരിശോധിക്കുന്നത്? രോഗം കണ്ടുപിടിച്ച് മരുന്ന് വെക്കാനാ അല്ലേ? ഇത് തന്നെയാ കർത്താവ് ചെയ്യുന്നേ. എൻ്റെ വിഷയത്തെ കണ്ടുപിടിച്ച് എൻ്റെ മുറിവ് കെട്ടുക കർത്താവ് ചെയ്യുന്നേ. അല്ലാതെ വിഷയം വന്ന് എൻ്റെ എഴുത്തോട്ട് കുറച്ച് ആസിഡൂടെ കൊരി ഒഴിച്ച് ആ മുറിവ് വലുതാക്കി വലിയ വ്രണമാക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. ഈ കർത്താവിനെ കുറിച്ച് വികലമായൊരു ചിത്രം ഏതെങ്കിലും ആശയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയുക. ഇത് കീറിക്കളയുന്ന കാലമല്ല, ഇത് മാറോട് ചേർക്കുന്ന കാലമാണ്. ഇത് മാറോട് ചേർക്കുന്ന കാലമാണ്. യേശുവിനെ കീറിയ പിന്നെ നിങ്ങളെ ആരും കീറാൻ ഒക്കത്തില്ല പ്രിയരെ. യേശുവിനെയും നിങ്ങളെയും കൂടെ കീറാനായിരുന്നെങ്കിൽ നിങ്ങളെ അങ്ങ് കീറിയാൽ പോരായിരുന്നു. എന്തിനാ യേശുവിനെ കീറിയേ? ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു തെറ്റിന് 2 പ്രാവശ്യം ശിക്ഷയുണ്ടോ? നിങ്ങളുടെ പാപത്തിന്റെ മുഴുവൻ ശിക്ഷ യേശുവിന്റെ ശരീരം ഒരിക്കലായി ഏറ്റെടുത്തുവെങ്കിൽ ഇനി നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടവരല്ല, അത് വിശ്വസിച്ച് രക്ഷിക്കപ്പെടേണ്ടവരാ. ഓ, കരമടിച്ച് യേശുവിന് നന്ദി പറ. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാനും കാണാനും കഴിയുന്നു, കൊല്ലത്ത് ചിന്നക്കടയില് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ല ഇന്ന് ഇവിടുന്ന് നിങ്ങൾ എഴുന്നേക്കാൻ പോകുന്നത്. കർത്താവിനെ കുറിച്ചുള്ള അറിവില്ല ഇന്ന് നിങ്ങൾ ഇവിടുന്ന് എഴുന്നേക്കാൻ പോകുന്നത്. യേശു എനിക്ക് നല്ലവൻ. ഒന്ന് പറഞ്ഞേ, നന്മയല്ലാതെ ഒന്നും ചെയ്യാത്തവൻ. ബാലശിക്ഷയെ കുറിച്ച് ഇവര് മനസ്സിലാക്കി വെച്ചോണ്ടിരുന്നത് എന്താണെന്നറിയോ? ബാലശിക്ഷ എന്ന് കേൾക്കുമ്പോ സ്ഥൂലമായതും ദൈവത്വമായ പർവ്വതത്തിൽ കൂരിട്ട് മേഘതമസ് കൂരിട്ട് ഇതിന്റെ എല്ലാം അകമ്പടിയോടുകൂടി വന്ന ദൈവം താഴ്വരയിൽ ശിക്ഷ നടപ്പാക്കിയ ആ ചിത്രമാണ് ഉള്ളിലുള്ള. അത് വെച്ചോണ്ടാ ദൈവത്തെ നോക്കുന്നേ. എവ്രാലേനവരും പറയും, അത് ആദ്യം ഇറങ്ങട്ടെ കത്തുന്ന്, ഇതങ്ങോട്ട് കയറട്ടെ. ഇത് അപ്പനും മക്കളും ആയിട്ടുള്ള പെരുമാറ്റവാ. ഒന്ന് പറഞ്ഞ പെരുമാറ്റവാ. ഉറക്കെ പറ, പെരുമാറ്റവാ. എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് വേണം. എന്റെ കുഞ്ഞിനെ, ഇതെന്റെ കുഞ്ഞ്, എന്റെ മകനാ ഇത്. എന്റെ കുഞ്ഞിനെ എന്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ് കൃപയിലേക്ക് നയിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ കൈ മുറിയാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഭൂമിയിലെ അപ്പനായി ഞാൻ ഇങ്ങനെയാണെങ്കിൽ ചങ്കിലെ ചോര കൊണ്ട് നിങ്ങളെ വീണ്ടെടുത്ത സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് സഹിക്കാൻ പറ്റില്ല.
കാരണം അവൻ നിങ്ങളുടെ അപ്പനാണ്, നിങ്ങൾ അവൻ്റെ മക്കളാണ്. യേശുവേ നന്ദി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രിയ ദൈവമക്കളെ, എബ്രായക്കാർക്ക് വന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടാകരുത്. ഹല്ലേലൂയ. മോനെ, ഈ കർത്താവിൻ്റെ ശിക്ഷ എന്തുവാന്ന് മനസ്സിലാക്കാതെ ആൾക്കാർ ആകെ വലയുകയാണ്. ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് വന്നു. ഈ ഫ്രീക്ക് പിള്ളേരെ, നിന്നെ പോലെയുള്ള ഫ്രീക്ക് പിള്ളേരെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ഞാൻ കേട്ടു. ദൈവമേ, നിന്റെ കരം അവൻ്റെ മേലൊന്ന് വെക്കണേ. എന്നാ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ഈ പാവ പിടിച്ചവൻ എവിടെയെങ്കിലും പോയി ഒരു ആക്സിഡന്റ് സംഭവിക്കും. ഈ പ്രാർത്ഥിച്ച ആൾ പിന്നെ വീട്ടിൽ വന്നിട്ട് പറയും, ഓ ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ, കർത്താവിൻ്റെ കരമാണ് അവൻ്റെ മേൽ വീണിരിക്കുന്നത്. അവൻ ഞൊണ്ടി വന്നിട്ട് അവൻ ഇത് കേൾക്കും, എന്താ, കർത്താവാണ് എന്നെ വണ്ടിയും തള്ളിയിട്ടെ. ആയുസിൽ ഇവൻ ഈ കൃപയിലോട്ട് വരത്തില്ല. കാരണം ഇങ്ങനെ ഒരു ദൈവത്തെ ഇവന് വേണ്ട. പക്ഷെ എന്താ കർത്താവ് ചെയ്യുന്നതെന്നറിയോ? ഇവൻ അശുദ്ധനായിരിക്കാം, ഇവൻ വെടക്കായിരിക്കാം, ഇവന് മുഴുവൻ തെറ്റായിരിക്കാമുള്ളത്. പക്ഷേ ഇവനെ സ്നേഹസ്വരൂപനായ കർത്താവിൻ്റെ സ്നേഹമാണ് ഇവനെ മടക്കി വരുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള നല്ല ഓർമ്മയാണോ മുടിയൻ പുത്രനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്? അതോ അപ്പൻ്റെ വീട്ടിൽ ചെന്നാൽ കിട്ടുന്ന തല്ലിനെ കുറിച്ചുള്ള പേടിയാണോ മുടിയൻ പുത്രനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നേ? പറഞ്ഞാട്ടെ. അപ്പൻ്റെ വീട്ടിലുള്ള നന്മയാണോ മുടിയൻ പുത്രനെ വീട്ടിൽ കൊണ്ടുവന്നത്? അതോ അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള തിന്മയുടെ ഓർമ്മയാണോ മുടിയൻ പുത്രനെ വീട്ടിൽ കൊണ്ടുവന്നേ? നന്മയുടെ ഓർമ്മ. അവൻ ഓർത്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ കിടക്കേണ്ടവനല്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാര് തിന്ന് ശേഷിപ്പിക്കുക. അപ്പം മകനായ എൻ്റെ അവസ്ഥ എന്താ? കൂലിക്കാരൻ തിന്ന് ശേഷിക്കുകയാണെങ്കിൽ മകനാകുന്ന എൻ്റെ അവസ്ഥ എന്താ? അവന് മനസ്സിലായി, ഈ പെരുമാറ്റത്തിനകത്ത് കാര്യം നടക്കും. ഈ ബാലശിക്ഷയുടെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ അതാണ് ഈ ബാലശിക്ഷയുടെ യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ മുടിയൻ പുത്രന്റെ അപ്പനെ നിങ്ങൾ പരിചയപ്പെടണം. നിങ്ങൾക്കറിയാം, ലേവ്യ പുസ്തകത്തിലെ വ്യവസ്ഥ ഇങ്ങനെയാണ്. പരദേശത്ത് പോയി മുതല് മുടിച്ചിട്ട് വരുന്ന ഒരു ചെറുക്കനെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ തന്നെ ആൾക്കാർ കല്ലെടുക്കും. എന്തിനാണെന്നറിയോ? അവനെ എറിഞ്ഞു കൊല്ലാൻ. അപ്പന്റെ മുതല് മുടിച്ചിട്ട് വരുന്ന മകനെ വീട്ടിൽ കെറ്റി പൊറുപ്പിക്കുന്ന ഇടപാട് ആ കാലഘട്ടത്തിൽ ഇല്ല. പക്ഷെ ഇവിടെയാണ് ബാലശിക്ഷ ഞാൻ കണ്ടത്. ഓ, എല്ലാം മുടിച്ചിട്ട് വന്നവന് അവന്റെ വിരളയിടാൻ മോതിരം, അവന്റെ വിരളയിടാൻ മോതിരം. അത് പറയുമ്പോൾ പെന്തിക്കോസുകാർ വണങ്ങുമെന്ന് എനിക്കറിയത്തില്ല. യേശു പറഞ്ഞതാണ്, എന്നെ വെറുതെ വിട്ടേക്കണേ. അവന്റെ വിരളയിടാൻ മോതിരം, ഓക്കെ, അവന്റെ പുറത്തിടാൻ പുതപ്പ്, അവന്റെ കാലയിലിടാൻ ചെരുപ്പ്. എന്റെ കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തുവാ. അടി കൊടുക്കേണ്ടതിന് പകരം മോതിരവും ചെരുപ്പും പുതപ്പും കൊടുത്ത ഇടപാട് തന്നെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അടി കൊടുത്താൽ അകന്നു പോകും. അറിയുന്നവർക്കായി സ്തോത്രം. അടി കൊടുത്താൽ അകന്നു പോകും. യേശുവേ നന്ദി. അടി കൊടുത്താൽ ഇവൻ ഈ വീട്ടിലേക്ക് കയറുകയില്ല. അതേസമയം ഇപ്പം സ്നേഹിച്ചാൽ ഇവൻ ഓർക്കും, അശുദ്ധി കിട്ടിയതായത് അപ്പന്റെ സ്നേഹം എന്നോട് ക്ഷമിച്ചല്ലോ എന്നോർത്ത് അവൻ ആ വീട്ടിൽ തുടരും, അവൻ ആ വീട്ടിൽ ജീവിക്കും. എന്നെ നിങ്ങളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് അപ്പൻ അടിക്കുന്ന അടിയുടെ വലിപ്പമല്ല കേട്ടോ. അപ്പൻ അടി കൊള്ളേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് തരുന്ന നന്മയുടെ വലിപ്പമാണ്. അപ്പൻ മകനോടുള്ള പെരുമാറ്റത്തിൽ രണ്ടും തമ്മിലുള്ള അസ്വസ്ഥത. മോനെ, ഉദാഹരണം നീ അങ്ങ് ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഈ ഉദാഹരണം നല്ലതാക്കാം. സഹകരിക്കാം? നീ ചങ്ങനാശ്ശേരി കൂടെ പോയി ഒരു കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കട്ടെ. നിന്റെ അപ്പൻ സീൻ, സാക്ഷാൽ സീൻ രാജാവ്, നിന്റെ അപ്പൻ സീൻ നീ ചെയ്ത തെറ്റ് അറിഞ്ഞു. ഓക്കെ, അറിഞ്ഞ ശേഷം അപ്പൻ നീ ചെയ്ത തെറ്റെന്ന് അറിഞ്ഞു എന്നുള്ളത് നീയും അറിഞ്ഞു. നീ ചെയ്ത കാര്യം അപ്പൻ കണ്ടു എന്ന് നീ അറിഞ്ഞു. നീ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. നീ വാണി ഗാർഡൻസിന്റെ ആ വാതിക്കൽ എത്തുമ്പോഴേ നിനക്കറിയാം ഇന്ന് കോള. കാരണം ഇവൻ ചെയ്ത അപരാധം അപ്പൻ കണ്ടു. ശരിയല്ലേ? ശരിയാ.
അതേസമയം അപ്പൻ പേപ്പറൊക്കെ വായിച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. എല്ലാം കണ്ടുവച്ചിട്ടുള്ള ഇരിപ്പായത് അപ്പൻ്റെ. അന്നേരമാണ് ആ സ്റ്റെപ്പ് കയറി മകൻ കയറി വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇവൻ അടി പ്രതീക്ഷിച്ചു വരികയാണ്. ഇവൻ നോക്കുന്നത് വടി എവിടാ ചാരി വെച്ചിരിക്കുന്നതെന്നാ. എന്നെ അടിക്കാനുള്ള വടി എവിടാ ചാരി വെച്ചിരിക്കുന്നതെന്നാ. അപ്പൻ ഇവൻ വന്ന ഉടനെ അകത്തോട്ട് കയറിപ്പോയി. ഇവൻ വിചാരിച്ച അടിക്കാൻ വടി എടുക്കാൻ വേണ്ടി പോവുക, വലിയ വടി എടുക്കാൻ വേണ്ടി കയറിപ്പോവാ. അകത്തോട്ട് പോയിട്ട് ഒരു പുതിയ ഉടുപ്പും എടുത്തോണ്ട് വന്നു. കേൾക്കണേ നിങ്ങളത്? ഒരു പുതിയ ഷൂസും എടുത്തോണ്ട് വന്നു. കേൾക്കണേ നിങ്ങളത്? ഒരു പുതിയ പുതപ്പും എടുത്തോണ്ട് വന്നു. ഇവനൊരു പുതിയ മോതിരവും മേടിച്ചിട്ടു. ഇവൻ ആകപ്പാടെ അസ്വസ്ഥനാകും. എന്റെ അപ്പ ഒന്ന് തല്ല് അല്ലേ, എന്നെ ഒന്ന് തല്ല്, ഇങ്ങനെയൊന്നും ചെയ്യല്ലോ. പക്ഷേ എന്നെ ഒന്ന് തല്ല്. ഈ മോതിരം കൊണ്ട് തരുമ്പോഴത്തേക്ക് ഇവൻ ചിന്തിക്കും, ഓ എൻ്റെ ദൈവമേ, എൻ്റെ എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? ഞാൻ ചെയ്യുന്ന തെറ്ററിഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? പലപ്പോഴും ഇന്ന് ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെല്ലാം ഇങ്ങനെ കേട്ടോ. നമ്മൾ വിചാരിക്കും ദൈവം ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാ. എല്ലാം അറിഞ്ഞിട്ടാ. സത്യം പറയാ, നന്ദി. എല്ലാം അറിഞ്ഞിട്ടാ. ആ പുതിയ കാറ് കിട്ടിയപ്പോ എന്നാ വിചാരിച്ചേ? ഞാൻ മിടുക്കനായോണ്ട് കാറ് കിട്ടിയെന്നോ? ചുമ്മാരി. എല്ലാം അറിഞ്ഞിട്ടാ. എന്തിനാന്നറിയോ? ഈ ഓരോന്ന് തരുമ്പോഴും അപ്പന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയം പൊട്ടുകയാണ്. ഈ ബാലശിക്ഷ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഓ ഹല്ലേലൂയ. ഇവൻ അപ്പനോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഞാൻ പറയാം. എൻ്റെ അപ്പ, എന്നേലും ഒന്ന് പറ, എന്നെ ഒന്ന് തല്ല്, ഒരു വഴക്കേലും പറ, എന്നാ എനിക്കൊരു സമാധാനം കിട്ടും. തല്ലാത്ത എത്രയും കാലം ഇവന്റെ ഉള്ളിൽ ബാലശിക്ഷ നടന്നുകൊണ്ടിരിക്കുക. ഈ പെരുമാറ്റം എന്നോട് എന്നാ ഇങ്ങനെ ഇടപെടുന്നേ? ഇതറിയുന്നവർക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എല്ലാ കുരുത്തക്കേടും അറിഞ്ഞിട്ടും, എല്ലാ തെറ്റും കണ്ടിട്ടും, എല്ലാ കുറ്റവും കണ്ടിട്ടും പിന്നെയും ദാനം തരുന്നത് എന്തിനെന്നറിയോ? ആ ദാനത്തിലൂടെ ഞാൻ മടങ്ങി വരുന്നത് എൻ്റെ അപ്പൻ ആഗ്രഹിക്കുക. ഇന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആര് പറയും, കർത്താവേ, അപ്പൻ മക്കളോട് ഇടപെടുന്ന അപ്പൻ്റെ പെരുമാറ്റമാകുന്ന ബാലശിക്ഷയിലൂടെ ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ കൃപയിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. കൃപയ്ക്കകത്തുള്ളതാണ് ബാലശിക്ഷ, ലോയിലുള്ളതാണ് കണ്ടംനേഷൻ. ശിക്ഷാവിധി നിയമത്തിൻ്റെ കീഴിലാണെങ്കിൽ ബാലശിക്ഷ കൃപയ്ക്കകത്താണ്. ബാലശിക്ഷ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ ശിക്ഷ എല്ലാവരും പൊക്കി പിടിക്കുന്നേ. പക്ഷെ അതിന് മുമ്പത്തെ പദം ഒന്ന് കേൾക്ക്, ബാലന് കൊടുക്കുന്ന ശിക്ഷയാണ്. അത് ചിലപ്പോൾ ഒരു നോട്ടമാകാം. ക്ഷമയായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. കാരണം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ബോധമില്ലാത്ത കുഞ്ഞിനെ കൂടുതൽ സമയം അപ്പൻ ക്ഷമിക്കാറുള്ളത്. ക്ഷമ, ദീർഘക്ഷമ, ശാന്തി, കരുണ, ഇതെല്ലാം അടങ്ങുന്നതാണ് ബാലശിക്ഷ. ഈ പെരുമാറ്റം ഒന്ന് സ്വീകരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. അപ്പൻ മക്കളോട് ഇടപെടുന്ന എബ്രായർ 12:7 ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വാക്യം വായിക്കാം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ആരുള്ളൂ? മകൻ എവിടെയുണ്ട്? അപ്പൻ ശിക്ഷിക്കാത്ത മോൻ എവിടെ ഉണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ഒന്ന് പറഞ്ഞ യേശുനാഥ. എൻ്റെ കൂടെ എത്ര പേര് കരമുയർത്തി പറ, യേശുനാഥ, ആ ബാലശിക്ഷയ്ക്ക് ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു. ഓ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്നവരെന്നെ കേൾക്കുന്നു. പലവട്ടം പാപരഹിത ജീവിതം ആഗ്രഹിച്ചിട്ടും കഴിയാത്തവരെന്നെ കേൾക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിക്ഷയുടെ പേടി അവരെ പിതാവിൽ നിന്ന് അകറ്റത്തേ ഉള്ളൂ. എന്നാൽ രക്ഷയുടെ ഉറപ്പ് അവരെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുമല്ലോ. അതിനായിട്ട് നന്ദി കർത്താവേ. ഈ സമയത്ത് കർത്താവേ, പരിശുദ്ധ ആത്മാവേ, അപ്പൻ മക്കളോട് പെരുമാറുന്ന ആ പെരുമാറ്റച്ചട്ടം, ആ പെരുമാറ്റത്തിൻ്റെ രീതി ഈ മക്കൾ രണ്ട് കരം ഉയർത്തിക്കൊണ്ട് ഇന്ന് സ്വീകരിക്കുകയാണ് യേശുനാഥ. ഇപ്പോൾ തന്നെ ആ അപ്പൻ മക്കളോട് പെരുമാറുന്ന ആ പെരുമാറ്റത്തിൻ്റെ രീതി
ഈ നിന്റെ മക്കൾ രണ്ടു കരവും ഉയർത്തി സമ്പൂർണ്ണ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്താൽ സ്വീകരിക്കുകയാണ്. യേശുനാഥ, ഇപ്പോൾ തന്നെ ആ പെരുമാറ്റത്തിനകത്ത് ഈ നിന്റെ മക്കളെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദി. യേശുവേ, രണ്ട് കരവും ഉയർത്തി യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോയ ഞങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തിരികെ വരുവാൻ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. വായു തുറന്ന് കരമുയർത്തി പറയുക, യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഒരു മടങ്ങി വരവിനായിട്ട് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു. എല്ലാ മക്കളും പറയുക, യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഒരു മടങ്ങി വരവിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, യേശുനാഥ, ഈ സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ഈ കർത്താവിന്റെ ബാലശിക്ഷയ്ക്ക് വിധേയരായി ശിക്ഷാവിധിയിൽ നിന്ന്, നിയമത്തിന്റെ കീഴിലെ ശിക്ഷാവിധിയിൽ നിന്ന് കൃപയുടെ കീഴിലെ ബാലശിക്ഷയിലേക്ക് അവരെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനായിട്ട് നന്ദി. അപ്പനും മക്കളും തമ്മിലുള്ള ഈ പെരുമാറ്റം, അതിനെ അങ്ങനെ തന്നെ കാണാൻ, അപ്പൻ മകനോട് പെരുമാറുന്ന ആ പെരുമാറ്റത്തെ അങ്ങനെ തന്നെ കാണാൻ കൃപ തരുന്നതിനായിട്ട് നന്ദി. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങനെ അവിടുത്തെ ആ ആളത്വത്തെ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടെ നിന്ന് സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ മകളെ യേശു തൊടുന്നു. വിളിക്കുക, എഴുന്നേറ്റ് വരിക. മകളെ, എന്താ നിന്റെ പേര്? ശോഭ. യേശുവിന്റെ കരം വന്ന് നിന്റെ ഈ വലത്തെ ചെവിയിൽ അടിക്കുന്ന ഞാൻ കാണുന്നു. ഇടത്തെ ചെവിയില് കർത്താവിന്റെ ശക്തി വന്ന് അടിക്കുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ നാമം നീ വിളിച്ചോ. ഓ, ദൈവശക്തി അടിക്കുന്നു. ടച്ച്. ആ മകൾ അത്ഭുതകരമായി സൗഖ്യമാകും. സിസ്റ്ററെ ചോദിച്ചു അവളുടെ ചെവിക്ക് എന്താ പ്രശ്നമെന്ന്. എന്നെ ശോഭയല്ലേ പേര് പറ. ഓ, ഞരമ്പിന്റെ പ്രശ്നം വന്നതാ. 2 വർഷമായി. മകളെ, ഇപ്പോഴും ഇവിടെ മേൽ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷമായിട്ട് നഷ്ടപ്പെട്ടതിന് യേശു അവൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. നോക്കൂ, ഞാൻ പറയുന്ന കേക്കൂ. ഈ ഞരമ്പിന്റെ പ്രശ്നം വന്നതാന്ന് ആരാ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞു. ഓ, ചികിത്സയിലിരിക്കുക. ഏത് ഡോക്ടറുടെ ചികിത്സയിലായിരിക്കുന്നത്? ഷാജി പ്രഭാകർ. കൊല്ലം മെഡിക്കൽ കോളേജിലാ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാ? ഓ, എൻ്റെ മകളെ, ഞാൻ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കണ്ടു. പുതിയ ഞരമ്പുകളെ ആ ചെവിക്കകത്ത് കർത്താവ് ക്രിയേഷൻ നടക്കുന്നു. ഞാൻ പറയട്ടെ, എനിക്ക് 100% ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ ഒരു മനുഷ്യരോട് പറയാറില്ല. ഞാൻ വ്യക്തമായിട്ട് കാണുന്നു, നിന്റെ ചെവിയുടെ കേൾവി തിരിച്ചു വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ നഷ്ടപ്പെടാത്ത, അതായത് കേൾക്കുന്ന ചെവി അടച്ചു പിടിക്കുക. ഇത് അടച്ചു പിടിച്ചേ, അടച്ചേ, വിരൽ കയറ്റി അടച്ചേ. ഞരമ്പിന കംപ്ലീറ്റ്ലി യേശു അതിനെ റെസ്റ്റോർ ചെയ്തിരിക്കുന്നു. യേശുവിൻ്റെ നാമം. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഇത് കേൾക്കാൻ പറ്റാത്ത പ്രശ്നമല്ല, കേൾക്കുന്നതിനല്ല പ്രശ്നം, ഇയർ ബാലൻസിനാ പ്രശ്നം അല്ലേ? ഈ ഒരു സൈഡിനാ പ്രശ്നം അല്ലേ? ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് യേശു അത് ചെയ്ത് കഴിഞ്ഞതിനായിട്ട് കരമടിച്ച് സന്തോഷത്തോടെ പോയാത്ത ഇപ്പോൾ തന്നെ എന്താണ് ഈ അമ്മയുടെ നട്ടലിന്റെ കണ്ണുകളെ യേശു സ്പർശിക്കുന്നു. അമ്മ എഴുന്നേപ്പിച്ചു കൊണ്ടുവരിക.
സാധാരണ കസേരയിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, വലിയ കസേര വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു വലിയ കസേര എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തിരിക്കുമായിരുന്നു. സൗഖ്യമാവുന്നു. ഈ വിഷയങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷേ കർത്താവിന്റെ ശക്തി അടിക്കുന്നു, സൗഖ്യമാകുന്നു. കരമടിച്ച യേശുനാഥനുമാകുന്നു. പുതിയ നട്ടല് ഈ വാർദ്ധക്യത്തിൽ കർത്താവ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ നട്ടല് ഈ വാർദ്ധക്യത്തിൽ യേശു ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുക്കുന്നു. ഓരോരോ രോഗങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. വർഷങ്ങൾ പഴകിയ ശാപങ്ങൾ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. യേശുവേ എന്ന് വിളിച്ചു. രോഗമുള്ള സ്ഥലത്ത് കൈവച്ചിട്ട് പറ, എനിക്കത് വേണ്ട, ഞാനതിനെ വെറുക്കുന്നു. രോഗമുള്ള ഇടത്തേക്ക് കൈവച്ചിട്ട് പറ, എനിക്കത് വേണ്ട, ഞാനതിനെ വെറുക്കുന്നു. I hate this sickness and I curse this sickness in Jesus. യേശുവിന്റെ നാമത്തിൽ ഈ രോഗത്തെ ഞാൻ ശപിക്കുന്നു. പറയുക ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ ഈ രോഗത്തെ ഞാൻ ശപിക്കുന്നു. പറയുക, എനിക്കിത് വേണ്ട എന്ന് പറയുക. യേശുവിന്റെ നാമത്തിൽ എനിക്കിത് വേണ്ട എന്ന് പറ. അങ്ങനെ പറ, എനിക്കിത് വേണ്ട. I hate this sickness. യേശുവിന്റെ നാമത്തിൽ. വെള്ള സാരി എടുത്ത അമ്മ സൗഖ്യമാകും. ഓടി എഴുന്നേറ്റ് വരിക. ആ പുറകിലേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഓടി വരിക, ഇവിടെ നിൽക്കുക. നിങ്ങളുടെ ഈ ഒരു വശം എന്നെ പറ്റിയതാ, ഇടിച്ചതാണ്. എവിടുന്ന്? ഭർത്താവ് അടിച്ചതാണ്. എന്നാ ഇപ്പൊ അവിടെ തകരാറ്? പൊട്ടിപ്പോയി. അടിക്ക് ശേഷമാണ്. ഭർത്താവ് അടിച്ചു പൊട്ടിച്ചതിനെ കർത്താവ് റെസ്റ്റോർ ചെയ്യുക. ദൈവശക്തി മകളുടെ മേൽ അടിക്കുന്നു. ജീവൻ. ഭർത്താവ് അടിച്ച് തകർത്തതിനെ കർത്താവ് റെസ്റ്റോർ ചെയ്യുകയാണ്. ദൈവശക്തി അടിക്കുന്നു. യേശുവിന്റെ മകത്വം ഈ മകളുടെ മേൽ ഇറങ്ങുന്നു. കരമടിച്ചു യേശുവിനെ സ്തുതിച്ചോ ദൈവമക്കളെ. നിങ്ങൾ ഭർത്താവ് അടിച്ച് തകർത്തത് മുഴുവൻ കർത്താവ് റെസ്റ്റോർ ചെയ്യും. ഈ ഒരു സൈഡ് മുഴുവൻ ഈ ഒരു വശം മുഴുവൻ യേശുവിന്റെ ശക്തി അടിക്കുന്നു. കർത്താവേ, ആ മഹത്വം ഈ മകളുടെ മേൽ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. കരമടിച്ച യേശുനാഥന് മഹത്വം. ആ മകളെ യേശു സൗഖ്യമാക്കി കഴിഞ്ഞതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ പല വർഷങ്ങളായി വിവാഹിതരായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശുവിനോട് പറയുന്നു. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. 12 വർഷം പഴകിയതിനെ യേശു ഇന്ന് തുറക്കുന്നു. 7 വർഷം പഴകിയതിനെ കർത്താവ് ഇന്ന് തുറക്കുന്നു. 4 വർഷമായിട്ടില്ലാത്തതിനെ യേശു ഇപ്പൊ തുറക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വിവാഹിതരായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് വന്നിരിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കോ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. യേശുനാഥ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുണ്ടാകട്ടെ. 22-ലധികം വർഷങ്ങൾ പഴകിയത്. തിരിക്കാൻ പറ്റുമെന്ന്, കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഇപ്പൊ തിരിക്കാൻ പറ്റുമെന്ന്. ഒരു കുഴപ്പമില്ലേ? സന്തോഷമായി. കർത്താവിന് നന്ദി, കർത്താവിന് നന്ദി. തിന്മയാകെ മായ്ക്കുന്ന
മായിക്കുന്നവൻ തിന്മയാകെ മായിക്കുന്നവൻ. ഇപ്പം അതിന്റെ ഒരു ബലഹീനത ഇല്ലേ? ഇപ്പൊ വേദന തോന്നിക്കുന്നില്ല. ശരിക്കും നോക്കാഞ്ഞിട്ടായിരിക്കും. ഇല്ല ഇല്ല. കരമടിച്ചൊന്ന് യേശുവിനെ മഹത്വം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കും. മകനെ, യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കുക. ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ. 5 വർഷം കൊണ്ട് നരമ്പിന് അസുഖമുണ്ട്, മുട്ടിന് തേയ്മാനമുണ്ട്. ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് പപ്പ വീഴുമായിരുന്നു റോഡിൽ, അങ്ങനെ ഇരിപ്പായി പോയി. ഇപ്പം എഴുന്നേറ്റ് നടക്കാതായിട്ട് എത്ര നാളായി? 5 വർഷമായി. എനിക്ക് പ്രയാസമാണ് പപ്പയെ കുറിച്ച്. കണ്ണു തുടക്കി മോനെ, കണ്ണു തുടക്കി. യേശുവാ, ഞങ്ങൾ രണ്ടൊരു മക്കളാ. അച്ചായ അച്ചായ സംസാരിക്കുമോ? സംസാരിക്കത്തില്ല. യേശുവേ, സംസാരം തിരികെ വരട്ടെ, കയ്യിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. 5 കൊല്ലമായിട്ട് അടകടപ്പ. ഇന്ന് യേശു എഴുന്നേപ്പിച്ചേ പറ്റൂ. നിങ്ങൾ അവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ. യേശു 5 വർഷമായിട്ടില്ലാത്തത് ഇന്നിവിടെ ഉണ്ടാകട്ടെ. എത്ര പേര് ഈ മകന്റെ നേരെ കരങ്ങളെ നീട്ടിപ്പിടിച്ച് സ്തോത്രം ചെയ്യും? യേശുവാരിലും വലിയവൻ, യേശു യേശു യേശുവാരിലും യേശുവിന്റെ നാമത്തിൽ ബലം വരുന്നു, ബലം വരുന്നു, ബലം വരുന്നു. സർവജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും ഞങ്ങൾക്ക് തന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് വരിക. കരമടിച്ച് എഴുന്നേറ്റ് വരിക, വരിക. കാലെടുത്ത് വെക്കുക. അവിടെ നിന്നേ, അവിടെ നിന്നേ. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ. എന്റെ പ്രിയരെ, 5 വർഷമായിട്ട് അടകടപ്പിൽ കിടക്കുന്ന മനുഷ്യനായി എഴുന്നേറ്റ് നിൽക്കുന്നേ. ഇങ്ങനെയൊന്നും കർത്താവിനെ സ്തുതിച്ചാ പോരാ. സ്റ്റെപ്പ് വെച്ചേ, സ്റ്റെപ്പ് വെച്ചേ. ഓ, കരമടിച്ച്, കരമടിച്ചടിച്ച്, കരമടിച്ചടിച്ച്, കരമടിച്ചടിച്ച് നടത്തിക്കേ. പോകാം ബ്രദറെ, നടത്തിക്കേ. നടന്നേ, നടന്നേ, അങ്ങോട്ട് നടത്തിക്കേ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ. അമ്മ അമ്മ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ട് 5 വർഷമായി. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ആ മകന്റെ കാലിലേക്ക് കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിട്ടേരെ കാലിലേക്ക് നടത്തിക്കേ. കാലെടുത്തെടുത്ത് വെച്ചേ. യേശുവിന്റെ മഹത്വം ആ കാലിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഗോയിറ്ററിന്റെ തൈറോയിഡിന്റെ വലിയ മുഴ കഴുത്തിലുള്ള വ്യക്തി ആരാണ്? ഒന്ന് കരമുയർത്തിക്കേ. തൈറോയിഡിന്റെ വലിയ മുഴയുള്ള ഓടിവാ ചേച്ചി. ഓ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഈ മകളുടെ കൂടെ അസ്വസ്ഥതയിൽ ഇരിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് പോരാ കേട്ടോ. തൈറോയിഡിന്റെ മുഴകളുമായിട്ട് വന്നിരിക്കുന്നവരെല്ലാം ഇവരുടെ കൂടെ എഴുന്നേറ്റ് പോരെ. വരിക, കയറി നിൽക്കുക. ചേച്ചി, ഇത് ഗോയിറ്ററാണോ? തൈറോയിഡാണോ ഗോയിറ്ററാണോ? തൈറോയിഡ്. എത്ര വർഷമായി? 3-4 വർഷം. പരിശുദ്ധ ആത്മാവേ, ഇപ്പോൾ തന്നെ ആ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ. ചങ്കിലെ ചോരയാൽ ഇവരെ വിടുവിച്ച നാഥ, ആ ശക്തി മകളുടെ മേൽ അടിക്കട്ടെ. ടച്ച് ഓഫ് ജീസസ്. അവള് സൗഖ്യമായി. അതിനെ വിട്ടേരെ. ഇതിനെ പിടിച്ചോ. ഇവളുടെ മേൽ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ്, ദാ ഇറങ്ങുന്നു. In the name, അവിടെ കിടന്നോട്ടെ. In the name of Jesus, ശക്തി ഇറങ്ങട്ടെ. ഈ മകളുടെ മേൽ സ്പർശനം നടക്കുന്നു. ആ മുഴ യേശു ചെത്തിക്കളയും. ഇതിനെ പിടിച്ചോ. സൗഖ്യമാവട്ടെ. ഓ, ദൈവശക്തി ഇവിടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമം വിളിക്കുവാനായിട്ടൊന്ന് എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. യേശുവിന്റെ നാമം വിളിക്കുക. ഇതാകുന്നു നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയം. പ്രിയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തേക്ക് ലഭിക്കുന്ന സന്ദർഭം ഇതാകുന്നു. മുഴ പോയി. യേശുവേ നന്ദി എന്ന് പറയുക. ചേച്ചി നോക്കിയോ? ഉണ്ടോ അവിടെ? ഇല്ല. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുത്തു തുടങ്ങിയോ? കൂട്ടമായിട്ട് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുക. ഓ, 5 വർഷമായിട്ട് തളർന്നു വന്ന മകനായി എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളത് കണ്ടേ? യേശുവേ വിളിക്കുക. യേശുവിന്റെ നാമം വിളിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇതുവരെയായിട്ടും ഈ യേശുവിനെ ഉള്ളത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ദയവായി ആ കരങ്ങളെ ഉയർത്തുക. ഇങ്ങനെ പറയുക, യേശുവേ. കരം ഉയർത്തിക്കൊണ്ട് പറയുക, യേശുവേ, എന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും എന്റെ കർത്താവുമായി എന്റെ ഉള്ളത്തിലേക്ക് ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. യേശുനാഥ, എന്റെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ മകളാക്കി, അങ്ങയുടെ മകനാക്കി എന്നെ തീർക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരം ഉയർത്തിക്കൊണ്ട് പറയുക, യേശുവേ, അങ്ങന്റെ കർത്താവെന്ന് എന്റെ രക്ഷയ്ക്കായി ഞാൻ വായ് കൊണ്ട് ഏറ്റു പറയുന്നു. എന്റെ രക്ഷയ്ക്കായി ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ.